കോഴിക്കോട് അത്തോളി കുനിയിൽക്കടവിൽ ഒഴിഞ്ഞ പറമ്പിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റേതാണ് മൃതദേഹം. ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിഖിൽ പ്രമേഷ് കോഴിക്കോടും ചേർന്നു. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരുടേത് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? മിസ്സിംഗ് കേസുകളും ഒക്കെയായി താരതമ്യം ചെയ്ത് നോക്കിയോ? സമീപകാലത്ത് നടന്നിട്ടുള്ള മിസ്സിംഗ് കേസുകളൊക്കെ ബന്ധപ്പെട്ട് പോലീസിന്റെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുനിയിൽ കടവ് എന്ന പ്രദേശത്താണ്, അവിടുത്തെ ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് ഈ അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾ മാത്രം പഴക്കമുള്ളതാണ് മൃതദേഹം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു, അത്തോളി പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് അത്തോളി പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത് ഇത്ര ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇതിനോടം തന്നെ മാറ്റിയിട്ടുണ്ട്. തിരുവങ്ങൂർ പകൽവീട് അന്തേവാസിയുടേതാണ് മൃതദേഹം എന്നുള്ളൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും നാളെ അവരുടെ പോസ്റ്റ്മോർട്ടം അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കും. സുഹൈൽ, എന്തായാലും അജ്ഞാത മൃതദേഹം ലഭിച്ചു എന്ന വാർത്തയാണ്. ഏറെക്കുറെ പോലീസിന് ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്.